ഫ്ലാഷ് ബാക്ക്. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. 3 days later. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പാടിയത്. The black BMW's emoji is clear. ആൻവിന്റെ ബ്ലൂ എമോറ്റി ആണ് ക്ലിയർ അല്ലാത്തത്. ആ സെക്കൻഡ് ഹാൻഡ് BMWയും പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് ആൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? Black emoji was clear. But I was this close. എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗുബാജി? ആദ്യം ഇട്ട വീഡിയോ പുള്ളി ആർക്കൈവ് ചെയ്തായിരുന്നു. ആർക്കൈവ് ചെയ്ത സമയത്താണ് നമ്മളടുത്ത് ഈ ഡൗട്ട് ഉയർന്നത്. അതായത് ഇട്ടിരുന്ന വണ്ടി ഈ BMW ആയിരുന്നു എന്നുള്ളത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷേ വീഡിയോയിൽ പരാമർശിച്ച വീഡിയോ ബ്ലാക്ക് BMW rather than the blue BMW number be put out for. എന്തോ എവിടെ ഒരു പെശക് പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അല്ല. നീ വന്നേ. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉള്ള ഒരു വ്യക്തിയായത് കാരണം 25 മിനിറ്റ് ആയിരുന്നു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തിരുന്നത്. 25 മിനിറ്റിൽ ഐ ഡിലീറ്റഡ് ദാറ്റ് വീഡിയോ. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയതാ. ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർട്ട് 2 മാത്രമേ പുട്ട് ഔട്ട് ചെയ്യുന്നുള്ളൂ. അറിയാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. നമ്മുടെ ടീമിന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പിഴവായിരുന്നു അത്. കാരണം എനിക്ക് ഈ പറയുന്ന റീൽസ് കാണാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വാസ് ആർക്കൈവ്ഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് മൈ ടീം വാസ് ബിഹൈൻഡ് ഓൾ ദോസ് തിങ്സ്. ബട്ട് ഐ ടേക്ക് ഫുൾ അക്കൗണ്ടബിലിറ്റി ഫോർ ദാറ്റ് ഷിറ്റ്. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്